നമുക്കൊന്നേ ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോയിട്ട് വന്നാലോ? കുറേ ദിവസമായി മുടിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കണം കേട്ടോ. മുടി വെട്ടാറായിട്ട് കുറേ ദിവസമായി. എവിടെ പോയി വെട്ടുന്ന ആലോചിച്ചിട്ട് കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ മുടി കൊഴിച്ചിലാണെങ്കിൽ പറയും വേണ്ട, നന്നായിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടുള്ള മുടി കൊഴിച്ചിലാണെന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണ പോലെ തന്നെ നാളെ തൊട്ട് നന്നായി കളയാമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ തോന്നി സ്പായൊക്കെ ചെയ്ത് മുടി കൊഴിച്ചിൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ എൻ്റെ മുടിയിലുള്ള ശ്രദ്ധ അങ്ങോട്ട് കൂട്ടിക്കളയാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഹൗസ് ഓണറുടെ മകളാണ് രേഷ്മയുടെ അടുത്ത് പോയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഇത്രയ്ക്കും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല പോയത്. എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ ബോണസായിരുന്നു കേട്ടോ. അതിനുള്ളിലുണ്ടായ കാര്യങ്ങൾ മുഴുവനും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അവള് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ബ്യൂട്ടി പാർലറിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ട് വരാം. രേഷു, അപ്പൊ എനിക്ക് മുടി ഒന്ന് വെട്ടണം. പിന്നെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പൊ സ്പായും കൂടെ ചെയ്യണം. അപ്പൊ അത് രണ്ടും എനിക്ക് സെറ്റ് ആക്കി തരാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. എത്ര ദിവസമായി ഞാൻ നിന്നെ വിളിക്കണം? നീ ബിസിയാണെന്ന് പറഞ്ഞിട്ട്. രേഷു, എനിക്ക് ഇതുപോലെ വേണം ഹെയർ വരാനായിട്ട്. ഇതുപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് സ്ക്വയർ ലെയർ ചെയ്യാം. അതില് ഇപ്പൊ മുടി നമ്മൾ സ്മൂത്ത് ചെയ്യാത്ത കാരണം ആ ഒരു വേവി സ്ട്രക്ചറിൽ കിടക്കും ചെയ്യും. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് സ്മൂത്ത് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ ആവശ്യം വെച്ചാല് കെട്ടുമ്പോ ഒരു പോണിറ്റെയില് ചെറുത് മതി. പിന്നെ ഇവിടെ വരെ ലെങ്ത് മതി. പിന്നെ ഈ സ്റ്റെപ്പിന്റെ ഡിസ്റ്റൻസ് വളരെ കുറവ് മതി. ഒരു 2 സ്റ്റെപ്പായിട്ട് ഡിസ്റ്റൻസ് ചെറുത്. പിന്നെ നമുക്ക് വേണ്ട ഇവിടേക്ക് വേണ്ട. ഒന്നാമത് ബാക്കിൽ ഹെയർ ഭയങ്കര കുറവാണ്. അപ്പൊ നോക്കിട്ട് സെറ്റ് ചെയ്ത് ഫ്രണ്ടില് നമുക്ക് ബാങ്ക്സ് പോലെ കട്ട് ചെയ്ത് അല്ലാണ്ട് വേണ്ട, ചെറുതായിട്ട് അടുക്കളയിൽ ഇളക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. വൃത്തികെട്ട രൂപമാണെന്ന് ആണ്. നല്ല ഓയിലും ഉണ്ട്. ഇത്രയല്ല വേണ്ടത് നമുക്ക് ഹെയർ. ഇത്ര വെക്കാം നമുക്ക് ഹെയർ. എന്നിട്ട് ഇതിന്റെ മേളിലോട്ട് ഇവിടം വരെ നമുക്ക് ലെയർ കൊടുക്കാം. അപ്പൊ നമുക്ക് പോണി ടൈപ്പ് ആയി കെട്ടണമെങ്കിൽ കെട്ടും ചെയ്യാം. അഴിച്ചിടാണെങ്കിൽ ആ ഒരു ഭംഗിയും കിട്ടും. അങ്ങനെ ഞങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹെയർ വാഷിങ് കഴിഞ്ഞു കേട്ടോ. രേഷു, എങ്ങനെയാണ് നമ്മള് മുടിനെ മെയിൻറ്റെയിൻ ചെയ്യുക? എത്ര ദിവസം കൂടുമ്പോ കുളിക്കണം? ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ഷാമ്പുവും കണ്ടീഷണറും ഇടാം. പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിൽ 1 ദിവസം മാസ്ക് ഒക്കെ. നമുക്ക് കുറെ മാസ്ക് അവൈലബിൾ അല്ലേ? അപ്പൊ ഒരു മാസ്ക് വാങ്ങിച്ച് ഇട്ടൊന്ന് റിലാക്സേഷൻ കൊടുക്കണം, നല്ലതാണ്. പിന്നെ സ്പാ, അത് മുടിക്ക് എപ്പോഴും സ്കാൽപ്പിൽ നിന്നൊക്കെ നല്ല ഹെയറോള് വരാനും വേണ്ടിയിട്ടും പിന്നെ മുടി കൊഴിച്ചില്, താരൻ, ഡാൻഡ്രഫ് സ്പാ, അങ്ങനെ കുറെ സ്പാകളുണ്ട്. അപ്പൊ അതൊക്കെ മന്ത്ലി നമ്മളൊരു റൊട്ടീൻ ആക്കണമെങ്കിൽ നല്ലതായിരിക്കും. അത് നല്ലതാണ്, ഹെയറിന് നല്ലതായിരിക്കും ആ റൊട്ടീൻ ആക്കുന്നത്. അപ്പൊ ഒരു 23-24 ഡേയ്സിലൊക്കെ കഴിയുമ്പോൾ വന്നൊരു സ്പാ എടുക്കുക, ഒരു ഫേഷ്യൽ എടുക്കുക. അതൊക്കെ നല്ലതാണ്, റൊട്ടീനാണ്. നമുക്ക് നമ്മുടെ ഡെയിലിയിൽ നമ്മുടെ ഓരോ വർക്കിനും പോണ പോലെ തന്നെ മന്ത്ലി ഒരു ദിവസം നമുക്ക് റിലാക്സേഷൻ. അത് ഫേഷ്യൽ ആയാലും സ്പാ ആയാലും മൊത്തം നമുക്കൊരു റിലാക്സേഷൻ ആണ്. അതിപ്പോ നമ്മളെ കേളി ഹെയർ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്താ? അതായത് എന്തോ ഒരു മൂസ് എന്നൊക്കെ മൂസ് വന്നുണ്ട്. അത് അവർക്ക് തന്നെ വാങ്ങിച്ച് അവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതുള്ളൂ. അത് നമുക്ക് ഡ്രയർ ഒക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഹീറ്റ് ഒക്കെ കൊടുക്കുക. ഹീറ്റ് കൊടുത്തിട്ട് ആ ജെല്ല് തേച്ച് കൊടുത്താൽ മതി. നമ്മുടെ കേളി ഹെയർ എപ്പോഴും ഈരരുത്, കോമ്പ് വെച്ച് ഈര് കൊടുക്കരുത്. എപ്പോഴും കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ജെല്ലിടാ ഇതെപ്പോഴും പ്രസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ നോർമലി ഇടാം. അതാണ് ആ കേളി ഹെയറിന് നല്ലത്. അതിപ്പോ പെർമനന്റ് ആയിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പക്ഷെ നമുക്ക് നോക്കാൻ റിസ്ക് ആയിരിക്കും. നമുക്ക് ജോലിക്കൊക്കെ പോകണം. എപ്പോഴും നല്ലത് നമുക്ക് സ്മൂത്തനിങ്, പൊട്ടോക്സ്, കെരാറ്റിൻ, നാനോപ്ലാസ്റ്റി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലത്. അത് പ്രോട്ടീനാണ്. അപ്പൊ നമുക്ക് അതൊരു 42-43 വാഷ് വരെയാണ് നമുക്ക് വരാം. ആ വാഷ് കഴിഞ്ഞാൽ ഓരോ വാഷിങ്ങിലും ഓരോ കോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 6th അല്ലെങ്കിൽ ഒരു 7 മന്ത് കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുടി എപ്പോഴും കെയർ ചെയ്യേണ്ടത് മുടി, ഫേസ്, അതൊക്കെയാണ്. അപ്പൊ അത് അതിൽ റൊട്ടീൻ ആക്കി കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര നാളായി? 1.5 വർഷമായി. ഇതിനു മുമ്പ് എനിക്ക് പാലക്കില്ലായിരുന്നു. അത് കഴിഞ്ഞിപ്പോ ഇവിടെ 1.5 വർഷമായി തുടങ്ങിയിട്ട്. അപ്പൊ ആരതിനെ ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനം ആരാണ്? എന്റെ ഹസ്ബൻഡ്. അതെ അല്ലേ? ഹസ്ബൻഡ് എപ്പോഴും സപ്പോർട്ടാണ്. ഇപ്പോഴും സപ്പോർട്ട്. അന്ന് അതേ സപ്പോർട്ടായിരുന്നു. അന്ന് നമ്മൾ വീട്ടിലായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ചെയ്തു. അപ്പൊ അവിടെ നമുക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പോയി ഇവിടുന്ന് വരുന്നതാണ് പാലക്കിലേക്ക്. അപ്പൊ അവർക്ക് ഇവിടെ റോഡ് പണിയൊക്കെ ആയപ്പോ വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവര് നമ്മളോട് പറയുകയും ചെയ്തു. ഹസ്ബൻഡ് അതിന് എനിക്ക് സപ്പോർട്ടിങ് ആയിരുന്നു ഇടാനും. ഇപ്പൊ ഇവിടുത്തെ ഇന്റീരിയർ അതിലെല്ലാം ഹസ്ബൻഡിന്റെ ഇഷ്ടമാണ്. ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആൾ തന്നെയാണ് എങ്ങനെ വേണം, നമ്മുടെ ഷോപ്പൊക്കെ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ആൾ തന്നെയാണ് തീരുമാനിച്ചത്, സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു സംരംഭകയാണ്. അതെ. അപ്പൊ അത് നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും മാതൃകയാവണം. അതെ, താങ്ക് യു. കാരണം ഇത്ര റിസ്ക് എടുക്കുന്നുണ്ടല്ലോ.
അതുണ്ട്. ഇപ്പൊ ഫാമിലി റിസ്ക് ആണെങ്കിലും ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ഒരു ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞാൽ അതിന്റെ റിസ്ക് നല്ലോണം ഉണ്ട്. അത് നമ്മള് എന്താ പറയാ റിസ്ക് ഇല്ലാന്നുകൊണ്ട് കാര്യമില്ല. അതിന് മുമ്പോട്ട് പോകാനും ഓരോ മന്തില് അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ആ രീതി. പിന്നെ ഒരു കസ്റ്റമർ വരാന്നാണ് അവർക്ക് നമ്മൾ അത്ര ഇഷ്ടമാവണം, നമ്മുടെ വർക്ക് ഇഷ്ടമാവണം. അങ്ങനെ ഇഷ്ടമായിട്ടുള്ളവർ തന്നെയാണ് എല്ലാവരും പിന്നെ വരുന്നത്. ഇതേ നമ്മുടെ ചേച്ചി വന്നു. നിങ്ങക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചേച്ചിനോട് ചോദിക്കാം. ചേച്ചി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. 10 വയസ്സ് കുറഞ്ഞ മാതിരിയാണ് പറയണേ. പ്രായമായി എനിക്ക് അതൊരു കേട്ടപ്പോ ഒരു സന്തോഷം. പിന്നെ വണ്ണം കുറഞ്ഞു എന്ന് പറയണത് ഇതിങ്ങനെ ചെയ്തപ്പോ. അല്ലെങ്കിൽ മുടി നന്നായി പറന്നിങ്ങനെ നിൽക്കണ കാരണം ഭയങ്കര ബോറായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയപ്പോൾ നല്ല ഒതുക്കും. പിന്നെ വേറൊരു ചായ എന്ന് പറയണ എല്ലാവരും. അതൊക്കെ കേട്ടപ്പോൾ ഒരു സന്തോഷം. ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കും? ഇവിടെ ഹെയർ ട്രീറ്റ്മെന്റ് ഉണ്ട്, പിന്നെ ഹൈഡ്രോഫേഷ്യൽ ഉണ്ട്, പിന്നെ എല്ലാ വക കെരാറ്റിൻ, നാനോപ്ലാസ്റ്റിയ, തയോപ്ലക്സ്, ബോട്ടോക്സ്, സ്മൂത്തനിങ് എല്ലാം ഉണ്ട്. പിന്നെ വെജ് പീലിങ്, ഫേസിന്റെ എല്ലാ ഫേഷ്യൽസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം ഉണ്ട്. കട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ഹെയർ അനുസരിച്ചിട്ട് വരുന്നവരായിരിക്കും. അപ്പൊ അവര് സജഷൻ മുഴുവൻ എൻ്റെ അടുത്താ പറയുള്ളൂ. ചേച്ചി ഹെയർ നോക്കാം, ഇങ്ങനെ കട്ട് ചെയ്യണ്ടെന്നുള്ളത് ചേച്ചി തീരുമാനിക്കും, ചേച്ചിക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ഇവിടെ എല്ലാവരും വന്നതും കട്ട് ചെയ്യുന്നതൊക്കെ. തലയിൽ കൊടുത്തേക്കണ ഹെയർ കളർ എങ്ങനത്തെയാ? ഹണി ശരി, കോപ്പറിൽ വെണ്ണ തന്നെയാണ് അത് ഞാൻ കൊടുത്തിരിക്കുന്നത്. ബോട്ടോക്സ് ചെയ്തത് എന്റെ ഹെയർ. എത്ര മണി തൊട്ട് എത്ര മണി വരെ ഉണ്ട് ഇവിടെ 9:30 തൊട്ടിട്ട് 7:30 വരെ ഉണ്ട്. അത് ഇപ്പൊ നമുക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ ഇപ്പൊ അതിനും ഇപ്പൊ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ ജോലിക്കാരും അതുപോലെ കോളേജ് പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് ഇവിടെ ഹോസ്റ്റൽ കുറച്ച് കൂടുതലാണ് നമ്മുടെ ഭാഗത്ത്. അപ്പൊ അവരുടെ ടൈം അനുസരിച്ചിട്ട് അപ്പൊ അവരിനിപ്പോ 7:30 വരെ ഉണ്ട് നമുക്ക് ഇവിടെ. ഇനി അത് കഴിഞ്ഞാണ് വന്നെങ്കിൽ നമ്മളൊന്ന് കോൾ ചെയ്താൽ മതി. വരുന്നുണ്ടെന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടാവും. പിന്നെ സൺഡേസുകൾ ഓപ്പൺ ആണ്. പിന്നെ നമുക്ക് എന്താ പറയാ ബ്രൈഡ് വർക്കുകളൊക്കെ ഉണ്ടാവും. ഫ്രീലൻസും കൂടിയാണ് ഞാൻ. അപ്പൊ നമുക്ക് ദൂരെയൊക്കെ ബ്രൈഡ് വർക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ അന്ന് ഇവിടെ ഷോപ്പ് ക്ലോസ്ഡ് ആയിരിക്കും. അല്ല നമ്മുടെ ഇവിടെ ഒക്കെ തന്നെയാണ് ബ്രൈഡ് വർക്ക് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് തുറക്കും. പിന്നെ കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം പോലെ അവർക്കിപ്പോ അവരുടെ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വിളിച്ചറിയിക്കും. നമ്മളതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് അവർക്ക് ചെയ്തു കൊടുക്കും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഫാമിലി സപ്പോർട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പറ്റില്ല നല്ല സപ്പോർട്ടാ. ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടിങ് ആണ് എല്ലാത്തിനും. 2 ഉണ്ണികളുണ്ട്, അവരെ കാര്യങ്ങൾ ഡീൽ ചെയ്യും അല്ലെ? കാര്യങ്ങൾ ഡീൽ ചെയ്യും. അവരെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കലും ട്യൂഷൻ ആക്കണതും, പിന്നെ ഞങ്ങൾക്ക് മദ്രസ ഉണ്ട്, മദ്രസയിലാക്കണം ഒക്കെ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റാഫ് ഉണ്ട്. അപ്പൊ അവിടെ നല്ല സപ്പോർട്ടിങ് ആണ്. നമുക്ക് ഇപ്പോ ടൈം ആൾക്ക് 6 o'clock വരെ ഉള്ളൂ ടൈം. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ എല്ലാ അത്യാവശ്യമോ അല്ലെങ്കിൽ നമുക്ക് എല്ലാ വർക്കോ വരാണെങ്കിൽ അവളും എനിക്ക് നല്ല സപ്പോർട്ടിങ് ആണ്. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നല്ല അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾ നല്ലപോലെ പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. മുതലാളിയും തൊഴിലാളിയും നല്ല ഫ്രണ്ട്സ് ആണ്. അതില്ല മുതലാളി തൊഴിലാളി അങ്ങനെ ഒന്നുമില്ല. ഞങ്ങള് എന്റെ അനിയത്തിനെ പോലെ തന്നെ അവളും അതുപോലെ തന്നെ കണ്ടറിഞ്ഞ് സപ്പോർട്ടിങ് ഒക്കെ തരുന്നുണ്ട്. പുണ്യങ്ങൾക്കായാലും എവിടെയെങ്കിലും പോകാനോ കൊണ്ടുപോകാനൊക്കെ ഉണ്ടെങ്കിൽ അവളും സപ്പോർട്ട് ചെയ്യാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഹാപ്പിയാണ് ഈ ജോലിയില്. ഞാൻ ഹാപ്പിയാ, എന്റെ സ്റ്റാഫും ഹാപ്പി. നല്ല രീതിക്കുള്ള മസാജിങ് ആയിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ. ഒരു സ്പാക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സ്കാൽപ്പിലെ എല്ലാ ഏരിയയിലും അവളുടെ കൈയെത്താത്തൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നല്ലൊരു ഹെഡ് മസാജ്, അത് അതിൻ്റെ ആ ഒരു ഒഴുക്ക് ഹാൻഡിലേക്കും വരുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ചെയ്തു തന്നിരുന്നത് കേട്ടോ. ഇത്രയ്ക്കും ചെറിയൊരു ബ്യൂട്ടി പാർലറിൽ നിന്ന് ഞാൻ ഇത്രയും വലിയ കാര്യങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ബോണസ് തന്നെയായിരുന്നു എന്ന്. കാരണം ഒന്ന് മുടി വെട്ടണം, സ്പാ ചെയ്യണം. സ്പാ ചെയ്യാന്ന് പറഞ്ഞാൽ ക്രീമൊക്കെ തേച്ച് ഒരു 5 മിനിറ്റ് ഹോൾഡ് ചെയ്ത് പിന്നെ ചെറുതായിട്ടൊരു ഹീറ്റ് കൊടുക്കുക, പോരുക. അത്ര മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ സ്പായിൽ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഇപ്പം എനിക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. നമ്മളൊരു ചെറിയ ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അവർക്ക് കൺസിഡർ ചെയ്യാനുള്ള ഒരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് വർക്ക് നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രം മതി എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അവളെ സംബന്ധിച്ച് അവളൊരു 12-14 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളാണ്. പിന്നെ മാത്രമല്ല ആളിപ്പോഴും ആ കോഴ്സിൽ അപ്ഡേറ്റഡ് ആണ്. അല്ലാതെ എൻ്റെ പഠിച്ചു കഴിഞ്ഞു ഇനി ഞാൻ മുന്നോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നല്ല തീരുമാനിച്ച് വെച്ചേക്കണത്. ഇപ്പോഴും അവളൊരു സ്റ്റുഡൻ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അപ്ഡേഷൻ നന്നായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി മനസ്സിലായി. നമ്മൾ ഏതൊരു ഫീൽഡിൽ നിൽക്കുകയാണെങ്കിലും നമുക്ക് അപ്ഡേഷൻ വേണം അല്ലേ. ഒരിക്കലും നമ്മുടെ ഒന്നും പൂർണ്ണമായിട്ട് പഠിച്ച് കഴിയില്ല.
പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നെ സ്വന്തമായിട്ട് ഒരു ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പം എൻ്റെ ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു 100% ഡെഡിക്കേഷൻ എനിക്ക് ആ സ്ഥാപനത്തിന് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളാണ് അവർ. അപ്പോൾ ഫാമിലിയിലുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് നോക്കി നടത്തണം. അതോടൊപ്പം തന്നെ ബ്യൂട്ടി പാർലർ. ഈ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊട്ടും സമയമില്ലാത്തൊരു സ്ഥലമാണ് അല്ലേ. നമ്മൾ വിചാരിക്കും മെഡിക്കൽ ഫീൽഡ് മാത്രമാണ് ഭയങ്കര ബുദ്ധിമുട്ട്, നൈറ്റ് വേണം, ഡേ വേണം, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരു ബ്യൂട്ടി പാർലറും അതുപോലെ തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാസ്റ്റിലും ഓരോ ബ്രൈഡും ഓരോ ടൈമിനായിരിക്കും ഇറങ്ങുക. അപ്പോൾ ഒരു ഹിന്ദുസിൻ്റെ വെഡ്ഡിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു 7 മണി 8 മണി ആ സമയത്താണ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവർ ഒരു 3 മണിയോ 3:30 തൊട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങണം അല്ലേ. അതുപോലെ ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും ശരി, മുസ്ലിംസിൻ്റെ ആണെങ്കിലും ശരി. അപ്പോൾ ആ ബ്രൈഡ് ഇറങ്ങണ നേരത്തിന് വേണം നമുക്ക് അവരെ റെഡിയാക്കിയിട്ട് സെറ്റാക്കാൻ. അപ്പം അത്രയ്ക്കും നേരത്തോടെ വേണം നമ്മൾ എത്താനായിട്ട്. ഇനി നമ്മുടെ ആ കസ്റ്റമർ വളരെ ദൂരെയാണ് വീടെന്ന് വെച്ചാലോ, അപ്പോൾ നമ്മൾ അതിനേക്കാൾ മുന്നേ യാത്ര പുറപ്പെട്ടിട്ട് വേണം അവിടെ എത്താനൊക്കെ കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് റിസ്കുകൾ അവൾ എടുക്കുന്നുണ്ട്. 3 മണിക്ക് 4 മണിക്ക് എണീറ്റ് പോണ സമയങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് ഷോപ്പ് തുറന്ന് ഷോപ്പിലെ കാര്യങ്ങൾ ചെയ്യണം, പ്ലസ് വീട്ടിലെ കാര്യങ്ങളും ഡീൽ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, എപ്പോഴും ഇങ്ങനെ ചില്ലാണ്, ഹാപ്പിയാണ്. അവൾക്ക് അവളുടേതായ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും അവളെ ബാധിക്കാറില്ല. ഞാൻ എപ്പോൾ കാണുമ്പോഴും ആളിങ്ങനെ പോസിറ്റീവാണ് കേട്ടോ, ഹാപ്പിയാണ്. ഇങ്ങടാ എങ്ങനെ ആ സൈഡായിട്ടാറ്. പക്ഷെ ഈ സൈഡാണ് ഇങ്ങനെ നിക്കുക. ഇതിപ്പോ എന്റെ മോൾക്കും ഇങ്ങനെ തന്നെയാ. ഈ സൈഡ് ഇങ്ങനെ പൊന്തിക്കും. അതെ, നമ്മളെപ്പോഴും എടുത്തെടുത്തില്ല. എനിക്കിപ്പോ ഇതിപ്പോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കണ്ട, പക്ഷെ ഭംഗി ഉണ്ടാവൂല. അതെ, അതാണ് ഇത് ഒട്ടിപ്പോയി. പക്ഷെ ഇതിങ്ങനെ ഇടുമ്പോ ഇച്ചിരി ഇതില് തിക്കില നിൽക്കും, പക്ഷെ നമുക്ക് ഭംഗി കിട്ടൂല. അതാണ് കണ്ട എന്തുട്ട ലുക്ക് നോക്കിയേ, നല്ല സൂപ്പർ. അതെ, ആ ബാക്കിലത്തെ സാധനമൊക്കെ എനിക്ക് ഇഷ്ടമായി. ഞാൻ വന്നപ്പോൾ എൻ്റെ ഹെയർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും ഇപ്പം ഇത് കഴിയുമ്പോൾ എൻ്റെ ഹെയർ എങ്ങനെ ഉണ്ടെന്നുള്ളതും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇവർ മുടി സെറ്റ് ചെയ്ത് തരുന്ന ഒരു ഭംഗി നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഹെയർ കട്ട് സാറ്റിസ്ഫൈഡ് ആയി. ഞാൻ വീട്ടിൽ വന്ന് എണ്ണയൊക്കെ തേച്ച് കുളിച്ചാലും എനിക്ക് ഓക്കെയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ തൃശ്ശൂരുള്ള ആൾക്കാർ ഇവരെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ.